പരിഷ്കരിച്ച പാഠപുസ്തകം അടുത്ത അധ്യയന വർഷം. നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ പുസ്തകങ്ങൾ കുറേ ഉണ്ടല്ലേ വായിക്കാനായിട്ട്. ഇനിയിപ്പം പുതിയ പാഠപുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അഥവാ നിലവിൽ 1, 3, 5, 7, 9 ഒക്കെ മാറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് 2, 4, 6, 8, 10. അപ്പോൾ പൊതുവേ എല്ലാ പുസ്തകങ്ങളും പഠിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ PSC വലിയ രീതിയിലേക്ക് മാറിക്കഴിയുന്നു. ഇനിയിപ്പോൾ പുതിയ പാഠപുസ്തകങ്ങളുടെ ഒരു വരവായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരം പ്രീ പ്രൈമറി ക്ലാസ്സുകളിലെയും 2ാം ഘട്ടത്തിലെ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെയും പാഠപുസ്തക പരിഷ്കരണം പുരോഗമിക്കുന്നു. അടുത്ത അധ്യയന വർഷം പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് നൽകുക. ഇതിനൊപ്പം ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്കുള്ള പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണവും നടക്കുന്നു. ഈ അധ്യയന വർഷം 1, 3, 5, 7, 9 ക്ലാസ്സുകളിൽ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളാണ് നൽകിയത്. 16 വർഷത്തിന് ശേഷമാണ് സമഗ്രമായ പരിഷ്കരണം നടപ്പായത്. അഥവാ നമുക്കിപ്പോൾ നിലവിൽ 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പം കഴിഞ്ഞ പ്രിലിംസ് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഉറപ്പാണ് 100%. പിന്നെ ഇനി 2, 4, 6, 8 ക്ലാസ് 10 ഒക്കെ മാറിയും വരും. അപ്പോൾ നമുക്കിനി പഴയ പുസ്തകങ്ങളും പഠിക്കണം, പുതിയ പുസ്തകങ്ങളും പഠിക്കണം, ഇതിന് മുന്നുള്ള പുസ്തകങ്ങളും പഠിക്കണം. ഇതിൻ്റെ കൂടെ CA നോക്കണം. അപ്പോൾ നിലവിൽ 1, 3, 5, 7, 9 ക്ലാസ്സിലത്തെ പാഠപുസ്തകങ്ങൾ നന്നായി പഠിക്കൂ. നെക്സ്റ്റ് നമുക്ക് അടുത്ത വർഷം 2, 4, 6, 8, 10 പാഠപുസ്തകങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇനിയും പ്രിലിംസിന് പഠിക്കണവർ ഈ പുതിയ പാഠപുസ്തകങ്ങളും കൂടി ഒന്ന് നോക്കി പോകണം കേട്ടോ. ഉറപ്പായിട്ടും അതൊന്ന് ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടാവും. എന്ത് പറഞ്ഞാൽ നമ്മളിതിന് മുന്നുള്ള പുസ്തകങ്ങളൊക്കെ പഠിച്ച് ഒരു ലെവലെത്തിയ ആൾക്കാരാണ്. ഇനിയിപ്പോൾ അവർക്ക് പുതിയ പാഠപുസ്തകത്തിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതുകൊണ്ട് പുതിയ പുസ്തകം മാത്രം പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പുതിയത് പഠിക്കുന്നതോടൊപ്പം പഴയതും പഠിച്ചു പോകണം. അപ്പോൾ നമുക്ക് എവിടെ ചോദിച്ചാലും ആൻസർ കിട്ടും. അപ്പോൾ ഇത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.